പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഒന്നാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം നമുക്ക് 16 ചാപ്റ്റേഴ്സാണ് പഠിക്കുവാനുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾക്ക് ഈ വർഷം 60 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് പോലെ CE മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിജയം കണക്കാക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യുകയില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് ശരിക്കും 100 മാർക്കിനാണ് പേപ്പർ വരുന്നത്. അതിൽ 20 മാർക്ക് CE മാർക്കാണ്, 20 മാർക്ക് പ്രാക്ടിക്കലിൻ്റെ മാർക്കാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര മാർക്കിന് ഉണ്ടായിരിക്കുള്ളൂ? 60 മാർക്കിന് ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾ 60 മാർക്കിൽ റിട്ടൺ ആയിട്ട് നിങ്ങൾ എഴുതി നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്, പാസ്സാവുന്നതോ ഫെയിൽ ആവുന്നതോ ആയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് ഒന്ന് പോയി നോക്കാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും പേനയും ബുക്കൊക്കെ എടുത്തിട്ട് റെഡി ആവുക. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് പറയുന്നതാണ്. സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണങ്ങൾ അഥവാ കൂട്ടങ്ങൾ. നമ്മുടെ നിത്യജീവിതത്തിൽ കുറേ കളക്ഷൻസുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. എ പാക്ക് ഓഫ് കാർഡ്സ്, കാർഡുകളുടെ ഒരു കളക്ഷൻ. എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ക്രിക്കറ്റ് ടീം, എ ഫുട്ബോൾ ടീം. ഇങ്ങനെ കുറേ കളക്ഷൻസുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ മാത്തമാറ്റിക്സിലും കളക്ഷൻസുകളുണ്ട്. നമ്പേഴ്സുകളുടെ കളക്ഷൻ, പോയൻസുകളുടെ കളക്ഷൻ, ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ, പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷൻ. അപ്പോൾ മാത്തമാറ്റിക്സിലും പലതരം കളക്ഷൻസുകൾ വരാറുണ്ട്. അതിലെ കുറച്ച് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻസ്. എന്താണ് സെറ്റ് എന്നുള്ള കാര്യം പറയുക, എങ്ങനെയാണ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ കുറച്ച് എക്സാമ്പിൾസുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ ബോർഡിലേക്ക് നോക്കുമ്പോൾ കുറച്ച് എക്സാമ്പിൾസുകൾ കൂടി ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ എക്സാമ്പിളുകളിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. 10നേക്കാൾ താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ അഥവാ എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 1ൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 10ൽ താഴെയുള്ളത് മാത്രം എടുത്തിട്ടുള്ള ഒരു കളക്ഷൻ. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളുടെ കളക്ഷനാണ് ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൽ വരുന്നത്. മൂന്നാമത്തെ എക്സാമ്പിൾ ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്കറിയാം 5 വവ്വലും 21 കൺസണൻസുമാണ് ആകെ ഉള്ളത്. വവ്വൽസ് അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസണൻസ് എന്ന് പറയുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ആകെ 5 വവ്വൽസുകളാണ് ഉള്ളത്. ആ വവ്വൽസുകളുടെ കളക്ഷനാണ് നമ്മൾ മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസുകൾ എന്ന് പറയുന്നത് പല ടൈപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ ടൈപ്പുകളുടെയും കളക്ഷനാണ് എന്ത് വരുന്നത്, വാരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. ഈ കളക്ഷനിൽ ഐസോസിലസ് ട്രയാങ്കിൾസുകളെല്ലാം ഉൾപ്പെടും, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉൾപ്പെടും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉൾപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ട്രയാങ്കിൾസുകളുടെയും കളക്ഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്, വാരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അതായത് ഒരു പ്ലെയിനിന്റെ മുകളിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസുകളുടെയും കളക്ഷൻ, അതാണ് എന്ത് വരുന്നത്,
വാരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210. പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൈം നമ്പേഴ്സുകൾ മാത്രമുള്ള കളക്ഷൻ, അതാണ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ x² മൈനസ് 5x പ്ലസ് 6. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് സോൾവ് ചെയ്യാൻ 10th ഫോർമുല പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ഐഡിയ ഉണ്ട്. ഫോർമുല ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഫോർമുല വരിക? പെട്ടെന്നൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ആ ഫോർമുലയൊക്കെ. x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ആ ഫോർമുല ഉപയോഗിച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2 ആൻസറുകളാണ് നമുക്ക് കിട്ടുന്നത്. ആ ആൻസറിൻ്റെ കളക്ഷനാണ് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നത് പോലെയുള്ള ഒരു കളക്ഷൻ മാത്തമാറ്റിക്സിലും വരാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കളക്ഷൻസുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. 10നേക്കാൾ താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റുകൾ അതിൽ വരും, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പറുകൾ അതിൽ വരും? 1 വരും, 3 വരും, 5 വരും, 7 വരും, 9 വരും. ഇത്രയും നമ്പറുകൾ ഒരു കളക്ഷനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ കണ്ടീഷൻ നിലനിൽക്കുന്ന ഏതെങ്കിലും നമ്പറുകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ കളക്ഷനിലുണ്ടോ? അതുമില്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ. ഞാൻ നൈൽ നദി എന്ന് പറയുന്നതിനെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കളക്ഷൻ എന്തായിരിക്കില്ല? വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. എന്താണ് അതിൻ്റെ കാരണം? നൈൽ നദി എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ നിലനിൽക്കുന്ന കളക്ഷൻ ആണ് എന്തായിട്ട് വരുള്ളൂ? വെൽ ഡിഫൈൻഡ് ആയിട്ട് വരുള്ളൂ. എന്നാൽ അതേ കളക്ഷനിൽ തന്നെ ഗംഗ എന്ന് പറയുന്ന റിവർ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ പ്രത്യേകം ഉൾപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗംഗ എന്ന് പറയുന്ന റിവർ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് കളക്ഷന് പ്രത്യേകത എന്താണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന എത്ര നദികളുണ്ടോ ആ നദികളുടെ എല്ലാം കളക്ഷനാണ് അത് വരുന്നത്. അപ്പോൾ ഗംഗ എന്ന് പറയുന്ന റിവർ ഓൾറെഡി ഏത് കളക്ഷനിൽ വരും? നമ്മളെടുത്ത കളക്ഷനിൽ വരും. എന്നാൽ നൈൽ നദി എന്ന് പറയുന്നതിനെ നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ആവില്ല? വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന കാര്യമാവില്ല. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോൾ 1-2 എക്സാമ്പിളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്താലും എല്ലാം വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ഇങ്ങനെ ഒബ്ജക്റ്റുകളുടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകളുടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്ന ആശയം പറയുന്നത്. ഇവിടെ നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് പറയുന്നത് എന്താണ്? ഒബ്ജക്ട്സ്, എലമെന്റ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ സൈനോണിമസ് ടേംസ്. അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒബ്ജക്റ്റുകളുടെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ് സെറ്റ് എന്ന് പറഞ്ഞത്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എലിമെന്റ്സ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം എന്താണ്? ഒരേ കാര്യമാണ്. അതാണ് ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സുകളാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തെ നെയിം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്.
മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സെറ്റിനകത്തുള്ള എലമെന്റ്സുകൾ, ആ കളക്ഷനിൽ വരുന്ന ഒബ്ജക്റ്റുകൾ അഥവാ എലമെന്റ്സുകൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു സെറ്റുകളെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു. ചില നൊട്ടേഷൻസുകൾ, ആ നൊട്ടേഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെറ്റുകൾ, അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. കാരണം ഇനി മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ നൊട്ടേഷൻ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന സെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്ക് അറിയാവുന്ന കളക്ഷൻസുകൾ തന്നെയാണത്, പക്ഷെ അതൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ആ നൊട്ടേഷൻസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഏത് നമ്പറുകളുടെ കളക്ഷൻസ് ആണ് എന്നുള്ള കാര്യം നൊട്ടേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കയറി വരണം. നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട നൊട്ടേഷൻസുകളും ആ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പറുകളുടെ കളക്ഷൻ ആണ് എന്നുള്ള കാര്യവുമാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതൊന്ന് നമുക്ക് പരിശോധിക്കാം. n എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഒക്കെ നമ്പറുകളാണ് വരുന്നത് 1, 2, 3, 4 എക്സെട്ര. W സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിനോട് കൂടി 0 കൂടി അറ്റാച്ച് ചെയ്താൽ അതെന്തായി? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയമായി. അപ്പൊ അതിലുള്ള എലമെന്റ്സുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 എക്സെട്ര. Z or I സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, 0 ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സുകൾ കൂടി അതിൽ വരും. അപ്പോൾ ആ കളക്ഷൻ എന്തായി? ഇന്റിജേഴ്സ് എന്ന് പറയുന്നതിന്റെ കളക്ഷൻ ആയിട്ട് മാറി. Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറുകളെയും നമ്മൾ എന്താ പറയുക? റാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുക. അതിന്റെ കളക്ഷനാണ് എന്ത് വരുന്നത്? Q എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നത്. T എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ കളക്ഷനാണ് T എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ കളക്ഷനാണ് R എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പറുകളുടെയും ഒരു കളക്ഷൻ ആയിട്ട് എന്ത് വരും? റിയൽ നമ്പർ എന്ന് പറയുന്ന ആശയം കയറി വരും. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിന്റെ കളക്ഷൻ ആണ് എന്തായിട്ട് വരുന്നത്? R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ R പ്ലസ് എന്ന് പറയുന്ന ഒരു കാര്യം കാണാം. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എന്നാൽ R പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ R മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. Z മൈനസ് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. Z മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Z എന്ന് പറയുന്നത് ഇൻഡിജേഴ്സുകളുടെ കളക്ഷൻ ആണ്. അപ്പോൾ Z മൈനസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? നെഗറ്റീവ് ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ ആയിട്ട് വരും. അപ്പോൾ Z പ്ലസ് എന്തായിരിക്കും? പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ കളക്ഷൻ ആണ് എന്ത് വരുന്നത്? Z പ്ലസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇത്രയും നൊട്ടേഷൻസുകളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമ്മൾക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററിലും മുമ്പിലേക്കുള്ള ചാപ്റ്റേഴ്സുകളിലും ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ N എന്ന് പറയുന്ന ഒരു കാര്യം സെറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ N എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പറിന്റെ സെറ്റാണ്. ഓക്കെ, R എന്ന് പറഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ അടങ്ങിയ സെറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് ഒന്ന് പോവുകയാണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. 10നേക്കാൾ താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ എലമെന്റുകൾ വരും? 10ൽ താഴെയുള്ളതിൽ 1 വരും, 3 വരും, 5 വരും, 7 വരും, 9 വരും. ഇതിലെ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കളക്ഷൻ അകത്താണ് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന കളക്ഷന്റെ അകത്താണ് കിടക്കുന്നതെങ്കിൽ അതിനെ ഒരു പ്രത്യേക നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതുപോലെ പുറത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന് അകത്തുള്ള ഒരു എലമെന്റ് ആണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ അകത്താണ് എന്നുള്ളത് നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതാം? എ ബിലോങ്സ് ടു എ.
ഒരു നൊട്ടേഷൻ നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. അതൊരു ഗ്രീക്ക് സിമ്പലാണ്, എപ്സിലോൺ എന്നാണ് അതിനെ നമ്മൾ പറയാറുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? എ ബിലോങ്സ് ടു എ. അപ്പോൾ ആ നൊട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ബിലോങ്സ് ടു എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ നമ്മളിത് വായിക്കുക എങ്ങനെയാണ്? എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അതേ സെറ്റിൽ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എന്താ നമ്മൾ ചെയ്തത്? എപ്സിലോൺ എന്ന് പറയുന്ന സിംബൽ ഇട്ടു, അതിനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അത് വായിക്കുന്നത് എന്താണ്? ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാണ് വായിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇനി നമുക്ക് നമ്മുടെ ഒരു എക്സാമ്പിളിലേക്ക് ഒന്ന് പോവാം. ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ഈ കളക്ഷനെ ഞാൻ വി എന്ന് പറയുന്ന സെറ്റായിട്ട് എടുക്കുകയാണ്. നമുക്കറിയാം ഇ എന്ന് പറയുന്നത് ഒരു വവലാണ്. അപ്പോൾ ഇ എവിടെ ഉണ്ടായിരിക്കും? വി എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ടായിരിക്കും. ഇ ബിലോങ്സ് ടു വി. ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ എടുക്കുകയാണ്. അത് അതിനകത്തുണ്ടോ? നിങ്ങൾക്കറിയാം ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? ബി ഡസ് നോട്ട് ബിലോങ്സ് ടു വി. ഇങ്ങനെ സെറ്റിനകത്ത് കിടക്കുന്നതിനെ ബിലോങ്സ് ടു എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചിട്ടും കിടക്കാത്ത എലമെന്റുകളെ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറയുന്നതിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കിടക്കുന്ന എലമെന്റുകളെ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. ഒബ്ജക്റ്റ്, എലമെന്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ചില സന്ദർഭത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും, ചിലപ്പോൾ എലമെന്റ്സ് എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയും. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. പിന്നെ കുറച്ച് നൊട്ടേഷൻസുകൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഏത് കളക്ഷൻസുകളെ സൂചിപ്പിക്കുന്നു, അതിലേതൊക്കെ എലമെന്റുകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു സെറ്റിനകത്ത് കിടക്കുന്ന എലമെന്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, അതേപോലെ പുറത്ത് കിടക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സെറ്റ് എന്ന് പറയുന്നതിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആദ്യത്തത് റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം എന്ന് പറയും. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെയുള്ള കാര്യങ്ങൾ നല്ലപോലെ ഓർമ്മയിലേക്ക് വെക്കുക, നല്ലപോലെ പഠിക്കുക. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമുമായി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.